എന്താണ് ഈ ഫൈറ്റിക് ആസിഡ് ചെയ്യുന്നത്? ഇതിന്റെ ചീലേറ്റിംഗ് എഫക്റ്റ് എന്നാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ചീലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില ധാതുക്കൾ ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന വസ്തു അവയുമായിട്ട് രാസപ്രക്രിയയിൽ ഇടപെട്ട് അതിനെ നിർവീര്യമാക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രധാന പോഷകങ്ങൾ? കാൽഷ്യം. അപ്പോൾ ഇതിൽ നമ്മൾ കാൽഷ്യം, മില്ലറ്റ്സിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഫൈറ്റിക് ആസിഡിൻ്റെ അളവും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബാജറ എന്ന് പറയുന്ന ഒരു മില്ലറ്റിൽ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഈ ഫൈറ്റിക് ആസിഡ് ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട്. കാൽഷ്യത്തിൻ്റെ മാത്രമാണോ? അല്ല, അയൺ, ഇരുമ്പിൻ്റെ ആഗിരണത്തെയും ഈ ഫൈറ്റിക് ആസിഡ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ